ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ വീട്ടമ്മമാർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ ചായ തിളപ്പിച്ചതോ പാൽ തിളപ്പിച്ചതോ ആയ കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അതുമാത്രമല്ല, വിറകടുപ്പിൽ വയ്ക്കുന്ന പാത്രങ്ങളിലെ കരി കളയാനും നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒന്നാണിത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വാങ്ങിച്ച് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഇതുപോലെ പൊടിഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ പൊടിഞ്ഞു തുടങ്ങുന്ന ഈ സമയത്ത് നമ്മൾ ഇതുകൊണ്ട് പാത്രമൊക്കെ കഴുകുമ്പോൾ ഈ പൊടികൾ നമ്മുടെ പാത്രത്തിൻ്റെ വക്കിലുള്ള വിടവുകളിലേക്കൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അതുമാത്രമല്ല, ഈ പൊടിക്കമ്പികൾ നമ്മുടെ കയ്യിലേക്ക് കുത്തി കയറുകയും കയ്യിൽ മുറിവുണ്ടാക്കുകയും ചെയ്യും. പാത്രത്തിൻ്റെ വക്കിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കമ്പികൾ ഒരു പക്ഷേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ വീഴാനും അതുവഴി നമ്മുടെ വയറിനുള്ളിലെത്താനുമുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രബ്ബറോ അല്ലെങ്കിൽ പുതിയ സ്ക്രബ്ബർ വാങ്ങുമ്പോഴോ ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മാത്രം മതി. അതിനായിട്ട് നമുക്ക് വേണ്ടത് പഴയ ഒരു സോക്സ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെയൊക്കെ സോക്സ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. സോക്സിനുള്ളിലേക്ക് നമ്മുടെ സ്ക്രബ്ബർ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇനി ഇതുകൊണ്ട് നമ്മുടെ കരിഞ്ഞു പിടിച്ച പാത്രങ്ങളോ കരി പിടിച്ച പാത്രങ്ങളോ ഒക്കെ ഈസി ആയിട്ട് കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ ഇല്ലാതെ പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഈസി ആയിട്ട് കഴുകിക്കളയാൻ പറ്റും. അതുമാത്രമല്ല, ഈ സ്ക്രബ്ബറിലെ കമ്പി നമ്മുടെ കൈക്കുള്ളിലേക്ക് കുത്തി കയറുകയില്ല. ഇനിയിപ്പോൾ സോക്സ് ഒക്കെ ഉപയോഗിച്ച് പാത്രം കഴുകാൻ മടിയുള്ളവരാണെങ്കിൽ പാൽ കവറിലേക്കോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറിലേക്കോ ഇങ്ങനെ സ്ക്രബ്ബർ ഇട്ടതിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ പാത്രം കഴുകിയെടുക്കാം. ഇങ്ങനെ സോക്സിനുള്ളിലോ പ്ലാസ്റ്റിക് കവറിനുള്ളിലോ സ്ക്രബ്ബർ ഇടുമ്പോൾ അതിൻ്റെ കമ്പികൾ പൊടിഞ്ഞാലും ഒരു തരി കമ്പി പോലും പുറത്തേക്ക് വരാതെ അതിനുള്ളിൽ തന്നെ കിടന്നോളും. അടുത്ത ടിപ്പല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഈ ഫോൺ ബെഡിനടുത്തുള്ള കബോർഡ്സിലോ അല്ലെങ്കിൽ ടേബിളിലോ ഒക്കെയാണ് വെക്കാറുള്ളത്. ചെറിയ ബെഡ്റൂമൊക്കെ ആണെങ്കിൽ ടേബിൾ ഇടാനോ അല്ലെങ്കിൽ കബോർഡ്സ് വെക്കാനോ ഒന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പ്രോഡക്റ്റ്. കണ്ടോ, ഇതൊരു വോൾ ഫിക്സിങ് മൊബൈൽ സ്റ്റാൻഡാണ് കേട്ടോ. ഇതുപോലൊരു സ്റ്റാൻഡ് വാങ്ങി വോളിൽ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ അതിലേക്ക് വെക്കാം. സ്വിച്ച് ബോർഡിൻ്റെ അടുത്താണ് ഇത് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ചാർജ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ പല രൂപത്തിലും വലുപ്പത്തിലുള്ള മൊബൈൽ സ്റ്റാൻഡുകൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാനും സാധിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ടേബിളിലൊക്കെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ അത് ഒരു വലിച്ച് താഴെ ഇടാറില്ലേ. അതുമാത്രമല്ല, ചാർജ് ചെയ്തിട്ടിരിക്കുന്ന വയറൊക്കെ എടുത്ത് വായിൽ വെച്ച് അപകടം വരുത്തി വയ്ക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതുപോലൊരു സ്റ്റാൻഡ് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൈ എത്താത്ത ഉയരത്തിൽ ഭിത്തിയിൽ തറച്ച് വെച്ചാൽ മതി. കുരുമുളക് ചെടിയൊക്കെ മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇലകൾ വെച്ചിട്ടുള്ള ഇത്തരം ടിപ്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ പല്ലി, പാറ്റ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനും അതുപോലെ തന്നെ കൊതുകിനെ തുരത്തി ഓടിക്കാനും വളരെ എഫക്റ്റീവായ ഒന്നാണ് കുരുമുളകിൻ്റെ ഇലകൾ. ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 ഇലകൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇലകൾ ചെറുതായിട്ടൊന്ന് പിച്ചി കീറിയതിന് ശേഷം ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. 2 ഇലകളും ഇടികല്ലിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കുരുമുളകിൻ്റെ ഇലകൾ ചതയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഇലകൾക്ക് ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കയ്യിലൊക്കെ പുരണ്ടാൽ പെട്ടെന്ന് തന്നെ കഴുകിക്കളയണം. ഇലകളുടെ ആ ഫ്ലേവറും അതിൻ്റെ സത്തുമൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്ത ഇലകളിൽ നിന്നും പകുതി മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ബാക്കി ഇലകൾ നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണം. ഇനി ഇതിലേക്ക് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത്. വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവും. അതുകൊണ്ട് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നല്ല തിളച്ച വെള്ളമല്ല നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. മാത്രമല്ല, ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും തന്നെ പോകാനും പാടില്ല. അതിനു വേണ്ടിയാണ് അടച്ചു വയ്ക്കുന്നത്. ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ ആ ചതച്ച ഇലകൾ ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു ടിപ്പ് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ അകത്തുള്ള പല്ലികളും പാറ്റകളും ഒക്കെ തുരുതുരാന്ന് ചത്തു വീഴാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഞാനിവിടെ ഒരു റസ്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
റസ്കോ ബിസ്ക്കറ്റോ ബ്രെഡോ എന്ത് വേണേലും ഇതിനായിട്ട് എടുക്കാട്ടോ. പൊടിച്ചെടുത്ത റസ്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് മാറ്റി വെച്ചേക്കുന്ന കുരുമുളകിൻ്റെ ഇലകൾ ഇട്ട് കൊടുക്കാം. ഇലകൾ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ബിസ്ക്കറ്റോ ബ്രെഡോ റസ്കോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തുറന്നു വെച്ചാൽ അതിലേക്ക് പെട്ടെന്ന് തന്നെ പല്ലിയും പാറ്റയൊക്കെ വന്നു കയറും. പല്ലി പാറ്റ എന്നിവയെ നമ്മുടെ മിക്സിലേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് റസ്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു കിടുക്കാച്ച ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പാരസിറ്റമോളോ ഡോളോയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഗുളിക നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതിൽ നിന്നും ഒരെണ്ണം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഗുളിയാണ് കേട്ടോ ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലാണെങ്കിൽ 2-3 ഗുളിക പൊടിച്ച് ചേർക്കാം. ഗുളിക നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇത് നമ്മുടെ ഇല മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കണം. ഇതിപ്പോൾ ഒരുമാതിരി തരിതരിപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പല്ലി പാറ്റ എന്നിവയെ നമ്മുടെ മിക്സിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പല്ലിക്കും പാറ്റയ്ക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ. അതുകൊണ്ട് ഇത് തിന്നാനായിട്ട് അവറ്റകൾ ഇതിനടുത്തേക്ക് വരികയും തിന്നുകയും ചെയ്യും. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് ഇതിങ്ങനെ തന്നെ വെക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ മിക്സിൽ നിന്ന് വരുന്നത്. ഇതാ കണ്ടോ ഒരു ഈച്ച വന്നിരിക്കുന്നത്. നമ്മുടെ മിക്സ് കുറച്ചളവിൽ തിന്നാൽ പോലും പല്ലിയും പാറ്റയും ഈച്ചയും എല്ലാം തുരുതുരാന്ന് ചത്തു വീഴും. ഞാനിവിടെ ഇതുപോലുള്ള ബോട്ടിൽ ക്യാപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കിച്ചണിലൊക്കെ വാരി വിതറിയിടാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. എനിക്കിവിടെ സ്റ്റൗവിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെയാണ് പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെയാണ് മരുന്ന് നിറച്ച് ക്യാപ്പ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. കുരുമുളകിൻ്റെ ഇലയും റസ്ക് പൊടിയും പാരസിറ്റമോളൊക്കെ ചേരുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത്. പല്ലി പാറ്റ എന്നിവയെ കൊന്നൊടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച വെള്ളം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഇലയുടെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇവിടെ നിറയെ. മാത്രമല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇലയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൊറ്റ ഐറ്റം കൂടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പൗഡർ ഒരല്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം പൗഡറാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. കുരുമുളകിൻ്റെ ഇലയുടെയും അതുപോലെ തന്നെ പൗഡറിൻ്റെയും ഒക്കെ സ്മെല്ല് ചേർന്നപ്പോഴുള്ള നല്ലൊരു സ്മെല്ല്. നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കൊതുകിനെ എല്ലാം കൂട്ടത്തോടെ പമ്പ കടത്താനുള്ള നല്ലൊരു മരുന്നാണിത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. സന്ധ്യാസമയത്താണല്ലോ കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് വീടിനുള്ളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കട്ടിലിനടിയിലും മേശയ്ക്കടിയിലും അതുപോലെ കർട്ടൻ്റെ പിറകിലും ഒക്കെയാണ് കൊതുക് ഒളിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം നമുക്കിത് സ്പ്രേ ചെയ്യാം. കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ കുരുമുളകിൻ്റെ ഇല വെച്ച് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്പ് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്